അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ ദേഷ്യപ്പെടൂ? തന്നോട് ഞാൻ എങ്ങനെയാണോ ദേഷ്യപ്പെടുക? താൻ ചോദിക്കടോ. എന്റെ പടം വരയ്ക്കുന്നതിന് മുമ്പ് താൻ എന്നെ കണ്ടിട്ടേയില്ല? ഇതിനുള്ള ഉത്തരം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. അത് സത്യമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി സംശയിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് വല്ലതും പോയി കഴിച്ചാലോ? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കും വേണ്ട. എന്നാ പിന്നെ നമുക്ക് കിടക്കാം. നമുക്കോ? അയ്യടാ. അല്ല, അത് ഞാനത് ബാഗ് കത്രക്കിരിപ്പുണ്ട്, സീവിടുവേ. അയ്യോ, അത്രയും പ്രോഗ്രസ് ഒന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. വല്ല ജ്യൂസോ കഷായോ സൈനൈഡോ ഒക്കെ മതിയെന്നേ. ജീനായ മർനായ ഉസ്കേ സിവാ ജാനാ കഹാ. ഇതാ റൂം ബോയ് ആയിരിക്കും. ഞാൻ ആക്ച്വലി ഫുഡ് പറഞ്ഞിരുന്നു. സ്വാമി ശരണം. ക്രൈം ബ്രാഞ്ച് സ്പെഷ്യൽ ടീമിൽ നിന്നാണ്. പുറത്തേക്ക് ഇറങ്ങണം, ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. പേരെന്താ? വിവേക്. കൊച്ചിൻ്റെയോ? ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്യടോ. സർ, കപ്പിൾസ് അല്ലെന്നറിയാം, അതുകൊണ്ട് കള്ളം പറയാൻ നിൽക്കണ്ട. പേരൻസിന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം തരണം. സർ, ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ആണ്. എന്തോന്ന്? സാറേ ഒന്നുമില്ല സാറേ. ഇങ്ങോട്ടേക്ക്. സർ, ഇവരെ ഡീറ്റെയിൽസ് വാങ്ങണം. പേരൻസിനോട് എത്രയും പെട്ടെന്ന് വീട് വരാൻ പറയണം. ശരി സാർ. മറ്റേ റിസോർട്ടിന്റെ കാര്യം എന്തായി? സാറേ, അവിടെ 3 കപ്പിളെന്ന് പറഞ്ഞു വന്നവരെ പിടിച്ചായിരുന്നു. ഇമ്മോർ ട്രാഫിക് ആയിട്ടോ വ്യഭിചാരം. അപ്പൊ ജീപ്പ് മതിയാവില്ല, വാനും കൂടി വരാൻ പറയണം. ശരി സാറേ. അല്ല സാറേ, മെഡിക്കൽ എടുക്കണ്ടേ? പിന്നെ വേണം, അതെന്തായാലും വേണം. പിന്നെ ഒരു കാര്യം, ചാനലുകാർ വരുമ്പോ അവിടെ വെച്ച് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ 2 വണ്ടി കയറുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് എടുക്കണം. മനസ്സിലായോ? ഞങ്ങളങ്ങനെ എസ് പി ആണ്. സാർ, രണ്ടിനെ അറസ്റ്റ് ചെയ്തു. സത്യമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, അല്ലാതെ സാർ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ രണ്ടാളും. അനിയാ, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ, ഇവിടെ എന്താണെന്നറിയാമോ? കപ്പിൾസ് എന്ന് പറഞ്ഞ റൂം എടുത്തിട്ട് മയക്കമരുന്ന്, കഞ്ചാവ് വെച്ചോടെ, MDMA, വ്യഭിചാരം, ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞ് എടാ നാട്ടുകാർ പരാതി സമരം ചെയ്ത് വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു ഇവിടെ. അങ്ങനെ ക്രൈം ബ്രാഞ്ചാണ് ഈ സാധനം ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SP സാറ് പറഞ്ഞിട്ട് മനസ്സിലായോ? പിന്നെ ചാനലുകാർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പേരെയും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. ഇങ്ങനെ ഭയങ്കര ഇടിക്കാരനാണ്. ഇടി വല്ലോ നിനക്ക് കിട്ടുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ നീ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറയണം. മോളെ, നീയും പറയണം കേട്ടാ. സാർ അങ്ങനെ പറയല്ലേ, അടുത്ത ആഴ്ച ചേച്ചിയുടെ മാരേജാ. ഇതൊക്കെ ചാനലുകാർ അറിഞ്ഞ ആ മാരേജ് മുടങ്ങും. മാത്രമല്ല അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാ. ഇതൊന്നും അച്ഛനെ കൊണ്ട് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നിന്നൊരു കാര്യം പറയാം. നീയൊക്കെ ഇവിടെ റൂം എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു, മനസ്സിലായോ? FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്ലീസ് അങ്ങനെ പറയല്ലേ. മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കുന്നതിന് മുമ്പേ ചാനലുകാരത് ബ്രേക്ക് ന്യൂസ് ആക്കും. അത് നടന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. ഇത് ഭയങ്കര കഷ്ടമായല്ലേടേ. എടാ, ഇത് ഞാൻ വിചാരിച്ചാലും നടക്കൂലടേ. പുള്ളി ഭയങ്കര ചൂടനാണ്, അതാണ്. എടേ, സാറ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ സാറിന്റെ വേറൊരു സബോർഡിനേറ്റ്. മോളിലൊരു സാറിരിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കും, മനസ്സിലായോ? നീ എൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. വാ.
സർ ഞാനും കൂടി. അയ്യോ മോള് വരണ്ട, മോള് ഇവിടെ നിന്നില്ലേ, നീ വാടാ. വിളിച്ചു പറയാം സാർ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ശരി സാർ. വാടാ ഇങ്ങോട്ട്. നിങ്ങൾ എങ്ങോട്ടേക്കാ? അല്ല നമ്മുടെ അരവിന്ദ സാറിനെ ഒന്ന്. അതിന്റെ ആവശ്യമില്ല. അല്ല അവര് തമ്മിലൊന്ന് സംസാരിച്ചോണ്ട്, പിള്ളേരല്ലേ. വേഗം വന്നേക്കണം, സ്റ്റേഷനിൽ ഇപ്പൊ വാനെത്തും. അല്ല കുഞ്ഞിവിടെ ഒറ്റയ്ക്കാണ്, സാറൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നടയടേ. ഡേ കമലാസൻ ചെക്കനെ കൊണ്ട് വരുന്നുണ്ട്. നമ്മളെന്താ പറയണ്ട. സാർ ഇതാണ് താഴെ നിന്ന് അറസ്റ്റ് ചെയ്ത പയ്യൻ. സാർ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം അവരബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയതാ. സാറ് DYSP എന്ന് വിളിച്ച് പറഞ്ഞാല് അങ്ങനെ. അതൊന്നും പറ്റില്ലടോ, ചാനലുകാരൊക്കെ ഇപ്പൊ എത്തും അല്ലേടോ? അതെ സർ പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. താൻ എന്തോടെ കാണിക്കുന്നത്? വിളിച്ചോണ്ട് പോടോ. സർ സർ പ്ലീസ് സർ സർ. സാറേ നിന്നെ എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ കാണുന്നത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് കയറി നീക്കി. ഞാനൊന്ന് സംസാരിക്കട്ടെ, ഒന്നോട്ട് അങ്ങോട്ട് കയറി ചോദിക്കട്ടെ. അതല്ലാണ് നിക്ക്. ഹലോ. ആ നിങ്ങൾ എത്ര ചാനലുകാരുണ്ട്? 3 2-3 കേസുകളുണ്ട്. പക്ഷെ വാനിൽ കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ഷൂട്ട് ചെയ്തോണം. ഇല്ല മുഖം മറക്കില്ല. പേരോ? പയ്യന്റെ പേര് വിവേക്, കൊച്ചിന്റെ പേര് ചാരുത. അച്ഛന്റെ പേരോ? മോളെ അച്ഛന്റെ പേരെന്താ? സർ പ്ലീസ് സർ. പേര് പറയടി. തോമസ്. അച്ഛന്റെ പേര് തോമസ്. ആ ഇങ്ങോട്ട് പോന്നോളൂ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പൊ തരാം. ആ അവിടുത്തെ സെറ്റ് നടക്കട്ടെ, പരിപാടി തുടങ്ങിക്കോ. ഓക്കെ ആണ് ഇവൻ. ചുമ്മാരി. സർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. അയ്യോ അതെനിക്കറിയാം. ഈ നാട്ടുകാര് പലവട്ടം പരാതിപ്പെടുമ്പോ നമ്മൾ പാവം പോലീസുകാർ എന്താ ചെയ്യാ? മോളൊന്ന് ആലോചിച്ച് നോക്കിയാ. പക്ഷേ കൊച്ചിന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങി, പിന്നെ കൊച്ചിന്റെ ആ പയ്യന്റെ ഭാവി തകരല്ലോ എന്ന് ആലോചിക്കുമ്പോ അതാലോചിച്ചിട്ടൊരു വിഷമം. എന്താ ചെയ്യപ്പം? ആ ഒരു കാര്യം ചെയ്യാം, കേസ് ഞാൻ ഒതുക്കി തരാം. പക്ഷേ മോള് വിചാരിക്കണം, സാർ എന്തായി സാർ? സംസാരിച്ചോ? ഒരു പൂവിൻ്റെ വേദന, പൂവിൻ്റെ
അലമ്പാടേ നമ്മുടെ കഴിഞ്ഞ് നിനക്ക് തന്നെ വന്നേക്കും. ഇതുപോലെ വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ നമ്മളെ അറിയിക്കണേ. അണ്ണ ലാസ്റ്റ് എന്തോടെ ഹലോ ലാസ്റ്റ് പോയോ? ഹലോ ഞാൻ പോകാം. ഞാൻ പോകണം. എന്താടാ ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ? ജിമ്മിലൊക്കെ പോയിട്ട് ഇത്രേ ഉള്ളാടേ. ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് അവന് വർക്കൗട്ട് ആയാലും തോന്നുന്നു കേട്ടാ. ഒരെണ്ണം വഴിയണ്ണ, നിങ്ങളിങ്ങനെ അടിക്കാതിരിക്കല്ലേ.
വന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് പോടാ. മൃതിയടഞ്ഞ നിൻ മോഹങ്ങൾ ഊർന്നൊരു വഴിയിലൂടെ നടന്നു നാം. ആരോ കവർന്ന നിൻ രാവിൻ തുടിപ്പുകൾ ശോണരേഖയായി മാറുമ്പോൾ നിന്റെ കൺപീലിയിൽ നിന്നടരാതെ ഒരു പാവം കണ്ണുനീർ വിറങ്ങലിപ്പൂ. ശരി. എത്ര നേരമായി നിന്റെ ഫോണിൽ ട്രൈ ചെയ്യുന്നടാ? നിന്നെ എന്താ ഫോണിൽ കിട്ടാത്തത്? ചാർജ് തീർന്നു, ഓഫായി പോയി. മക്കളെന്തെങ്കിലും കഴിച്ചോ? അച്ഛൻ ഭക്ഷണം എടുക്കാം. വേണ്ട, വിശപ്പില്ല. ആ സാർ എത്തിയോ? എടി നീ ഈ ഡിസൈൻ ഒന്ന് നോക്കി. ഇവൾക്കിനെന്ത് പറ്റി? ആ എടാ, നീ അറിഞ്ഞോ? സംഗീത കോളേജിൽ ഏതോ ഒരു കുട്ടി കയറി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നു. പേപ്പറിലൊക്കെ വാർത്തയുണ്ടല്ലോ. നീ അറിഞ്ഞില്ലേ? ചാരു എന്നാ ആ കുട്ടിയുടെ പേര്. ചാരുദ തോമസ്. എവിടെ പോണു? ഇത് കൊള്ളാലോ അല്ലേ? ബോർഡർ കറക്റ്റ് ആക്കിയിട്. എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്, നല്ല കളറാ. ലെങ്ത് കറക്റ്റ് ആയിരിക്കും. ഇത് എന്നെക്കാളും ചോരുന്ന ചാരുമോൾക്കായിരിക്കും. ആ, അത് ചോദിച്ചോട്ടെ ശരിയായിരിക്കും. ചാരു, ഇത് നിനക്ക് സൂപ്പർ ആയിരിക്കും. ഇതെങ്ങനെയുണ്ട്? എടുക്കട്ടെ? ഇവളോട് ചോദിച്ചോ. ആ ബ്ലൂ ഒന്ന് എടുക്കോ. ഇതോ? ഇതെങ്ങനെയാ പ്രൈസ്? കോസ്റ്റ്ലി ആണോ? ഇല്ല മാഡം, ഇത് മീഡിയം റേഞ്ചാ. നീ നേരത്തെ ഇട്ടതിലും നല്ലത് ബ്ലൂ തന്നെയാ കേട്ടോ. അവനും ഇതേ കളർ തന്നെയാ ഇഷ്ടം. ആഹാ. ചാരു, ഇതെങ്ങനെയുണ്ട്? ചേച്ചി, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. വേഗം എത്തണേ. എങ്ങനെയുണ്ട്? കൊള്ളാം.
വീട്ടിൽ പോയപ്പോഴാ താൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. താൻ എപ്പോഴും ചോദിക്കാറില്ലേ വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന്? ഞാനൊരു സത്യം പറയട്ടെ, കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ സ്വപ്നത്തിൽ. എനിക്ക് നേടണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ഡ്രീമേ ഉള്ളൂ. അത് താനാ, തൻ്റെ ചിരിയാ. ചാരുവിനെ എനിക്ക് വേണം. തൻ്റെ പഴയ ചിരി എനിക്ക് വേണോടും.